ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുക. അപ്പോൾ ഉച്ചയായി, മണി 12 മണിയായി. അപ്പോൾ ഫാമിലി ആയിട്ട് കുമരകത്ത് നമ്മുടെ ബേഡ് സാങ്ച്വറി ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെ ബേഡ് സാങ്ച്വറി ഒക്കെ ഒന്ന് പോയി കണ്ട്, അപ്പോൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്, കുട്ടികളൊക്കെ അല്ലേ, അപ്പം ഇനി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി അവർക്ക് ഒന്ന് റിലാക്സ് ഒക്കെ കിട്ടട്ടെ. അപ്പം വൈഫും ഉണ്ട്, വൈഫിന്റെ മദറും ഫാദറും ഉണ്ട്. അപ്പം എല്ലാരും കൂടെ അവര് പുറത്തോട്ട് കട വരെ പോയിക്കുക. അപ്പോ ഓക്കെ, അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ തിരുവല്ല, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്ങവനം നാട്ടകം കഴിഞ്ഞിട്ട് കോട്ടയം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് MC റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സിമെൻറ്റ് റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഇല്ലിക്കൽ ബ്രിഡ്ജ് വഴി കുമരകം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ ബേഡ് സാങ്ച്വറി. ജോസിയക്കുട്ടി കാറിനകത്ത് കിടന്ന് ഭയങ്കര ബഹളമാണ്. ജോമിയ നല്ല ഉറക്കമാണ്. ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, ഇനിയിപ്പോൾ അങ്ങ് എത്തുമായിരിക്കും. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരിടത്ത് നിർത്തിയായിരുന്നേ. നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ്. കാര്യം ഈ നെല്ലും ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിൽ പാടത്തിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡിലും നെൽപ്പാടമാണ്. അപ്പോൾ രണ്ട് സൈഡിലും വെള്ളം കയറ്റി ഇട്ടേക്കുക. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല കാറ്റും. അപ്പം ജോസിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുമായിരുന്നേ. കുറച്ച് നേരമായി ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റായി പോവും. അതുകൊണ്ട് നമുക്കങ്ങ് പോവാം. അതുപോലെ തന്നെ ഞാനും ജോസിയെയും വൈഫിൻ്റെ ഫാദർ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ. ബാക്കി ശരണ്യയുടെ അമ്മയും ശരണ്യെല്ലാം ജോമിയെല്ലാം വണ്ടിക്ക് ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അവരതിനകത്തിരുന്ന് ബോറടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുണ്ട്. വയലോരം ഫാമിലി റെസ്റ്റോറൻ്റ് ആണിത്. ഞങ്ങൾ ആദ്യം കയറിയ റെസ്റ്റോറൻറ്റിൽ ഫുഡില്ലായിരുന്നു. അതുപോലെ ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് ഫുഡൊന്നുമില്ല. അവിടെ കപ്പ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉള്ളൂ. അപ്പോൾ മീനോ ഫിഷ് ഐറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ വേറെ അടുത്ത് നിന്ന് ഫുഡ് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയും കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ബേഡ് സാങ്ച്വറിയിലോട്ട് പോയി. അവിടെ നിന്ന് 2 കിലോമീറ്റർ എന്തേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ അത് നേരിട്ട് അറിഞ്ഞു. കാര്യം എന്നറിയാമോ, ഇന്നിവിടെ ബോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ലോക്കലി ഉള്ള ബോട്ടിങ്ങും ഇല്ല. കാര്യം ഇവിടെ വള്ളംകളി എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തൊട്ടേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ ബേഡ് സാങ്ച്വറിയിലും വലിയ ഈ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വലിയ കിളികളോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല.
ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഷിക്കാര വള്ളങ്ങൾ. ഇത് ഇവരുടെ കേരള സർക്കാരിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് ഇതെല്ലാം ഇവരുടെയാണെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് യാത്രകളോ ബോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൊണ്ടൊന്ന് ഒതുക്കിയിട്ടേക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത് ഇതിനകത്ത് ഫുള്ള് പോളയാണ്, അതുകൊണ്ട് ഓട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ്. ഇന്ന് ബോട്ടിങ്ങിന് പോകാൻ പറ്റാത്തത് ഒരു വലിയ ഒരു അബദ്ധമായിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ ആലപ്പുഴയുടെ സൗന്ദര്യം തന്നെ ഈ ഹൗസ് ബോട്ടിലല്ല. ഈ ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ്. ഇത് ഷിക്കാര വള്ളങ്ങളാണെന്ന് തോന്നുന്നു. കാര്യം ഇതിനകത്ത് വേറെ റൂമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിനകത്തും യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പം ഇത് ഈ കാണുന്നതൊക്കെയാണ്. അതുകൊണ്ട് ദൂരെയൊക്കെ കിടക്കുന്ന കണ്ടോ ഹൗസ് ബോട്ടുകൾ, വലിയ ഹൗസ് ബോട്ടുകൾ, വലിയ വള്ളങ്ങളല്ല ആ വീടുകളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. ഇതും ഷിക്കാര വള്ളങ്ങളാണെന്ന് തോന്നുന്നു. ഇതും ഷിക്കാര വള്ളങ്ങൾ. ഇത് വലുതാണ്. ഇത് ഒരുപാട് പേർക്ക് ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്ത് പോവാം. ഈ രണ്ട് സൈഡും നല്ലവണ്ണം നമുക്ക് കണ്ട് കരഭാഗമെല്ലാം രണ്ട് സൈഡും കണ്ട് നല്ലവണ്ണം ഇരുന്ന് യാത്ര കണ്ട് നല്ല ഭംഗി ആസ്വദിച്ച് പോവാം. വള്ളംകളി ഉള്ളതുകൊണ്ട് ഏതോ ഒരു ടീമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുകയെന്ന് തോന്നുന്നു. ഈ ഒരു അപ്പൂപ്പനെ കാണാൻ എന്തു ഭംഗിയാണ്. എൻ്റെ കൂടെ ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ ജോസിയും വന്നായിരുന്നു. അപ്പം ജോസിയെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. ജോസിയെ കണ്ടിട്ടൊരു പാട്ടൊക്കെ പാടുക അപ്പൂപ്പൻ. അപ്പം ജോസിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൂപ്പനെ. ജോസിക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല കാര്യം കേട്ടോ, ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുക. അവൻ എന്ത് സ്നേഹമാണ് കുഞ്ഞിനോട്. പഴംപൊരിയും ചായ ഇഷ്ടമായോ? പഴംപൊരിയും ചായ ഇഷ്ടമായോ? ജോമിക്കുട്ടിക്ക് പഴംപൊരിയും ചായ ഇഷ്ടമായോ? ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ശുഭദിനം. താങ്ക് യു.